ഹായ് ഹലോ. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? ഒരു കൊല്ലം പോയ പോക്കല്ലേ. അങ്ങനെ 2025 കഴിഞ്ഞു, 2026 ദേ വന്നു. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഈ വർഷം നടക്കട്ടെ കേട്ടോ. ഞാൻ താമസിക്കുന്നത് ജർമ്മനിയിൽ സാർബ്രുക്കനിലാണ്. അപ്പോൾ ഇവിടെ ടൗണിൽ പോയാൽ നല്ല ഫയർ വർക്ക്സ് കാണാൻ പറ്റും ഇന്ന്. ഞങ്ങൾ പക്ഷേ പോയില്ല. ഇത് ഞങ്ങളെ വീടിൻ്റെ റൂഫ് ടോപ്പിൽ ഇരുന്നിട്ടുള്ള വ്യൂസാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചുമ്മാ 2 കമ്പിത്തിരിയൊക്കെ കത്തിച്ച് അങ്ങനെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു. ഇതുപോലെ വിശേഷ ദിവസങ്ങളിൽ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇന്ന് ഞാൻ ട്രൈ ചെയ്തത് ക്യാരറ്റ് കേക്കും ലിച്ചി പനാക്കോട്ടയാണ്. ഈ ലിച്ചി പനാക്കോട്ട എന്ന് പറയുന്നത് ഇറ്റാലിയൻ ഡെസേർട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ എൻ്റെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണണേ. ഫ്രഷ് ലിച്ചീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഡെസേർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നല്ല ഒരു സോഫ്റ്റ് പുഡിങ്ങാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ക്യാരറ്റ് കേക്കാണ്. ക്യാരറ്റ് കേക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു ബേക്കറല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ബേക്കിങ്ങിൻ്റെ ഒരു ബേസിക്സും അറിയില്ല. അപ്പോൾ ഫുൾ ഞാൻ യൂട്യൂബിനെ സമർപ്പിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല നല്ല വീഡിയോസ് നോക്കിയിട്ടാണ് ഞാൻ ഈ കേക്കുകളെല്ലാം പരീക്ഷിച്ച് നോക്കുന്നത്. ക്യാരറ്റ് കേക്കും നല്ല സോഫ്റ്റും നല്ല സ്വീറ്റും ആയിരുന്നു. കുറച്ച് ക്യാരറ്റ് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു, അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും അതും നന്നായി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഷോർട്സും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2026 സ്റ്റാർട്ടായി. പിറ്റേന്ന് കാലത്ത് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഇതെൻ്റെ കിച്ചണിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നത് ഏറ്റവും മേളിലത്തെ നിലമായതുകൊണ്ട് ഇതുപോലെ വിൻഡോ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ മഞ്ഞ് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് കൊള്ളാം കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് കരുതിയതല്ലായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഈ മഞ്ഞും അതുപോലെ തന്നെ ആ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആ മഞ്ഞ് പെയ്തപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി ഞാൻ. അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചപ്പം ഓർത്തു അതെന്നാൽ യൂട്യൂബിൽ ഇടാം. ഇതാണ് ആ കിച്ചൺ സൈഡിലുള്ള വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ആർക്കിടെക്ചറും ചെറിയ ചെറിയ വീടുകളും ആ ഒരു മഞ്ഞും എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ആ അറ്റത്ത് കാണുന്നതാണ് കേട്ടോ ഈ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. ഇത് ഈ വിൻ്റർ സമയത്തും ഇങ്ങനെ തന്നെ പച്ചപ്പായിട്ട് തന്നെ നിൽക്കും. ബാക്കി എല്ലാ മരങ്ങളും ഉണങ്ങിപ്പോവും. ചില മരങ്ങൾ മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുള്ളത് ഞാൻ. അതിൽ ക്രിസ്മസ് ട്രീ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക, ഡാർക്ക് ഗ്രീനിൽ ഉണ്ടാവും. അങ്ങനെ കുറച്ച് നേരം മേളിൽ നിന്ന് മഞ്ഞ് ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ ഓർത്ത് പുറത്തേക്കൊന്ന് ഇറങ്ങാം, മഞ്ഞ് അത്യാവശ്യം പെയ്യുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ടൗണിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങാൻ നിന്നു. അപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.